ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരി 1 ബഡ്ജറ്റ് ഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ബഡ്ജറ്റ് ഡേനെ എങ്ങനെ സമീപിക്കണം, എന്തൊക്കെയാണ് യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലെവലുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിന് വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് ടാക്സ് റിലീഫായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയില്ല ടാക്സ് റിലീഫ് ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങളൊരു ഒരു രാജ്യം റൂൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഒരു രാജ്യം റൺ ചെയ്യുന്നത് ടാക്സ് വെച്ചിട്ടാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ റൺ ചെയ്യാനുള്ള ഫ്യൂലാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിന് എത്രയൊക്കെ നമ്മൾ പൊതുജനങ്ങൾ കുറ്റം പറഞ്ഞാലും രാജ്യത്തിൽ നടക്കേണ്ട ഡെവലപ്മെന്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ഡിഫൻസിന് വേണ്ട തയ്യാറെടുപ്പുകൾ, ബഡ്ജറ്റുകൾ ഒക്കെ അല്ലേ, അതിനുവേണ്ട റിസർച്ചുകൾ നമ്മൾ സാറ്റലൈറ്റ് അയക്കുന്നു, പുതിയ പുതിയ വെപ്പൺസ് പരീക്ഷിക്കുന്നു. ഇതിനെല്ലാം ഫണ്ട് വേണം. ഫണ്ട് ടാക്സിന്റെ രൂപത്തിൽ മാത്രമേ ഗവൺമെന്റിന് കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് റിലീഫ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റിനുള്ള വരുമാനം കുറയ്ക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് എത്രമാത്രം അതിൽ റിലീഫ് ഉണ്ടാവും ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലീഫ് വരുന്നുണ്ടെങ്കിൽ FMCG സെക്ടറുകളെ ഒന്ന് ഫോക്കസ് ചെയ്യുക. കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ, സ്റ്റോക്ക് നെയിംസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഇന്ന് സെബിയുടെ ഒരു സർക്കുലറൊക്കെ വന്ന ദിവസം ഒക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം അത്തരം സെക്ടറുകൾ. അപ്പോൾ അവിടേക്കുള്ള റാലി ചിലപ്പോൾ കുറച്ച് വരും ദിവസങ്ങളിലേക്ക് 2-3 ദിവസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ടൈം ട്രേഡിനൊക്കെ വളരെ അവസരമായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ ഒരു കിട്ടുന്ന ഈ ഒരു ബജറ്റിലൂടെ കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിന് അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ. അവിടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസ റാലി തരാൻ ആണ് ബജറ്റ് കാരണമാവുക, പോസിറ്റീവ് ബഡ്ജറ്റ് ആണെങ്കിൽ. ഇനി അതല്ല, ഇതൊരു റിവേഴ്സലായിട്ട് മാറാൻ ബജറ്റ് കാരണമായാൽ അതൊരു റയർ സംഭവമായിട്ട് ആണ് ഞാൻ അതിനെ കാണാം. ഇനി ഇൻഷുറൻസ് സെക്ടറാണ് ടാക്സ് റിലീഫിൽ ഫോക്കസ് ചെയ്യുന്ന, കൂടുതൽ ടാക്സ് GSTയിലൊക്കെ കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സെക്ടർ. അതിലെന്തെങ്കിലും അനൗൺസ്മെന്റുകൾ ഉണ്ടെങ്കിൽ നാച്ചുറലി ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്ന കമ്പനികൾ നിങ്ങൾക്കറിയാം, ആ കമ്പനികളിൽ ഫോക്കസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് അവിടെയും കമ്പനികളുടെ വാല്യുവേഷൻ കൺസിഡർ ചെയ്യണം. വലിയ ഇപ്പോൾ PE റേഷ്യോ ഒക്കെ വെച്ചിട്ട് ഇൻഡസ്ട്രി PE റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ PB പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ചിട്ടോ അത് കമ്പനികളുടെ വാല്യുവേഷൻ ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റീസണബിൾ ആണെങ്കിൽ മാത്രം അത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്ലസ് പ്രൈസ് ആക്ഷൻ കൂടെ കൺസിഡർ ചെയ്യാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് മറ്റൊരു സംഗതി. ഇന്ത്യ കുറേ കാലമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ്. അതിലൂടെ ഇപ്പോൾ നമ്മൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ UPI ഒക്കെ ഉപയോഗിക്കുന്ന രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയും ഇപ്പോൾ AIയുടെ ഒരു വിപ്ലവമാണ്. അപ്പോൾ അവിടെ ഡീപ്പ് സീക്ക് അല്ലേ, ചൈനയുടെ ഡീപ്പ് സീക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ന്യൂസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ AIയിലേക്കും മറ്റ് ഡിജിറ്റൽ രീതിയിലേക്കുള്ള ഫോക്കസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് പദ്ധതി ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ ആ IT ഇൻഫർമേഷൻ ടെക്നോളജിയെ ബൂസ്റ്റ് ചെയ്യുന്ന, ആ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഡിക്ലറേഷനുകൾ ഉണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്ക് അതൊരു വലിയ ബൂസ്റ്റായിരിക്കും. ആ സെക്ടറുകൾ വാച്ച് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് നോക്കുന്നൊരു ഏരിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറേയധികം ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇനിയും കൂടുതൽ റോഡുകളും റെയിൽവേയിലുള്ള വികസനങ്ങളും ഒക്കെ അനൗൺസ്മെൻറ്റിലേക്ക് ഉണ്ടെങ്കിൽ അത്തരം പ്രോജക്റ്റുകൾ എടുക്കുന്ന കമ്പനികൾക്ക് അതൊരു വലിയ ബൂസ്റ്റായിരിക്കും. അപ്പോൾ അവിടെയും വാല്യുവേഷൻ ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് അതിൽ ഷോർട്ട് ടൈം ട്രേഡുകൾക്കൊക്കെ പ്ലാൻ ചെയ്യാം. അഗ്രികൾച്ചറലാണ് മറ്റൊരു ഏരിയ, അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെൻറ്റും. അപ്പോൾ അവിടെ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അഗ്രോ കെമിക്കൽ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ഒക്കെ ഒന്ന് റഡാറിലിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ ട്രാക്കർ പോലെയുള്ള അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങളുണ്ടല്ലോ, മറ്റ് ഉപകരണങ്ങൾ. അപ്പോൾ അതൊക്കെ സെല് ചെയ്യുന്ന, അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മെക്കാനിക്സ്, പമ്പ് അല്ലേ, അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന പമ്പ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം നോക്കി വയ്ക്കുന്നത്, ട്രാക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഡേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ബഡ്ജറ്റ് ഡേയിൽ ട്രേഡ് ചെയ്യുക. നമ്മൾ ലെവലുകൾ ജസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു ബഡ്ജറ്റ് ഡേ കാണാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യാതിരിക്കുക. മിനിമം ഒരു 2 ബഡ്ജറ്റ് ഡേ എങ്കിലും കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ട്രേഡ് ആസ് യൂഷ്വൽ നിങ്ങളുടെ റിസ്കിൽ നിന്നുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ നമ്മൾ തന്ന ലെവലുകൾ പ്രൈസ് ആക്ട് ചെയ്ത രീതിയാണ്. ഇവിടെ ഈ ഒരു ലെവലാണ് കൂടുതലായിട്ട് റെസ്പെക്ട് ചെയ്തത്. ഇന്ന് ലെവലിൽ നിന്ന് നേരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിക്ക് പകരം നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലിൻ്റെ മുകളിലേക്ക് ഇറങ്ങി താഴേക്ക് വരിക, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറുന്ന സിനാരിയോയിലാണ് അവസരങ്ങൾ തന്നിട്ടുള്ളത്. പൊതുവേ ഒരു ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ലെവലുകളിൽ വർക്ക് ചെയ്തത് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടല്ല, മാനിപ്പുലേഷൻസാണ് എല്ലാ ലെവലുകളിലും സംഭവിച്ചിട്ടുള്ളത്. ഇനി നാളേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ലെവലുകളാണ്, ലെവലുകളിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ബഡ്ജറ്റ് ഡേയിൽ ലെവലുകളൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും. സാധാരണ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലെവലുകളെ അപ്രോച്ച് ചെയ്തില്ല. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് എടുത്തുകൊണ്ട്
നോർമൽ റിസ്ക് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ലെവലിൻ്റെ മുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ ലെവലിൻ്റെ ഒക്കെ മുകളിലേക്ക് ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടുന്നു കരുതുക. അവിടെ ട്രേഡിൽ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴേക്ക് ആയിട്ട് നിങ്ങളുടെ നോർമൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് SLM ഓർഡർ ഒഴിവാക്കുക നാളെ. അതിന് പകരം SL ഓർഡർ എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്താൽ നമുക്കൊരു അതിനകത്ത് ഒരു ട്രിഗർ പ്രൈസും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ബഫർ ഇട്ടിട്ടുള്ള ഇപ്പോൾ ഒരു 75 ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 75 പിന്നെ 74.5 ഒക്കെ അങ്ങനെ ഒരു ബഫർ ഇട്ടുകൊണ്ടൊക്കെ ഉള്ള, കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കൊക്കെ ജമ്പ് ചെയ്തിട്ട് വലിയ റാലിയൊക്കെ ഉണ്ടാവുന്ന അത്തരം സാധ്യതകളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ അത് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. റിസ്ക് ഫാക്ടർ എപ്പോഴും കൂടുതലാണ് ഇവൻ്റ് ഡേയിൽ. അപ്പോൾ അങ്ങനെ ബഫറൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നത് നന്നായിരിക്കും. ഇതേതെങ്കിലും ഒരു ലെവലിൻ്റെ മുകളിൽ ടാർഗറ്റ് നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബ്രാക്കറ്റ് ഓർഡറൊന്നും നമ്മൾ സാധാരണ ഇടുന്നപോലെ ഇടാതെ ടാർഗറ്റ് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് മാനുവലി എക്സിറ്റ് ചെയ്താൽ ചിലപ്പോൾ മേ ബി വലിയ മൂവ്മെൻറ്റുകൾ വന്നാൽ 1-2 ക്യാൻഡിൽ ഷൂട്ടപ്പ് ചെയ്ത് കയറുന്ന സമയത്ത് ഇനിയും വാങ്ങണം എന്ന് തോന്നുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്ത് വീണ്ടും അടുത്ത ക്യാൻഡിൽ വരുന്നു അങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതല്ല നിങ്ങൾ താഴേക്കാണ് പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്, ഇനിയും താഴേക്ക് പോകും എന്ന് തോന്നുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്ക്വയർ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ലെവലുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവൽ അനാലിസിസിലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല നാളെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ആക്ഷൻസ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, ബ്ലാക്ക് ലെവലുകൾ 23,723 മുകളിൽ 23,568, താഴെ 23,452, 568, 727. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്, ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്. പ്രൈസ് ആക്ഷൻ എന്ന രീതിയിലാവുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഈവൻ നമുക്ക് ഗസ് ചെയ്യുന്നതിൽ പോലും അർത്ഥമില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാതിരുന്നാൽ ഏറ്റവും ബെസ്റ്റ് അത്. ഇനി ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവരോട് ഒരു റിക്വസ്റ്റ്, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിൽ കയറിയിട്ട് ഹോം പേജിൽ കയറിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ജോയിൻ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ വെറുതെ വേണ്ട, പകരം നിങ്ങൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ന് ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ നിലവിൽ അറിയാം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ട്രേഡിൻ്റെ എണ്ണം കുറയും, സ്വിംഗ് ട്രേഡുകളുടെയും പൊസിഷണൽ ട്രേഡുകളുടെ എണ്ണം കുറയും. പക്ഷേ ലോങ് റണ്ണിൽ കഴിഞ്ഞ വർഷം നമ്മൾ 48% റിട്ടേൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക്, ഇത്തരം ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്കൗണ്ടിലേക്ക് ആക്സസ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത്, ഡിസ്കൗണ്ടിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടാമെന്നുള്ളത് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ബൈ, സീ യു ടുമോറോ.